ഹായ് ഫ്രണ്ട്സ്, ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ചിക്കൻ വെച്ചിട്ടുള്ളൊരു മാക്രോണി റെസിപ്പിയാണ്. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും വിരുന്നുകാർക്കൊക്കെ ഏറെ ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതിനായിട്ട് 300 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്ത് അതിൽ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, കാശ്മീരി മുളക് പൊടി 1 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ, പിന്നെ ലെമൺ ജ്യൂസ് 1 ടീസ്പൂൺ, ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുക. എന്നിട്ട് ഒരു വലിയ പാത്രം വെച്ച് വെള്ളം അധികമായാലും കുഴപ്പമില്ല, വെള്ളം വെച്ച് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലൂടെ ചേർത്ത് അത് വെള്ളം തിളയ്ക്കുമ്പോൾ 2 കപ്പ് മാക്രോണിയാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. മാക്രോണി ചേർത്ത് 10 മിനിറ്റ് 10 to 15 മിനിറ്റ് കുക്ക് ചെയ്യണം. എൻ്റെ ഈ മാക്രോണി 10 മിനിറ്റ് കൊണ്ട് കുക്കായി വന്ന്, ചില മാക്രോണി അനുസരിച്ചിരിക്കും അതിൻ്റെ കുക്കിംഗ് ടൈം. വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു വേറെ ഒരു പാത്രത്തിലോ ഡ്രെയിൻ ചെയ്തെടുക്കാം. എന്നിട്ടൊരു പച്ചവെള്ളം കൂടെ ഒഴിച്ച് ഒന്ന് വെച്ചാൽ അതിൻ്റെ തമ്മിൽ ഒട്ടിപ്പിടിക്കത്തില്ല. പിന്നെ ഒരു പാൻ വെച്ച് ആവശ്യത്തിന് സൺഫ്ലവർ ഓയിൽ ചേർത്ത് അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ചിക്കൻ നമുക്ക് കുക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം. അത് വെള്ളമൊന്നും ചേർക്കണ്ട, അതിൽ തന്നെ വെള്ളം ഊറി വരും. ഇത് നമുക്ക് ഇതെല്ലാം ഒരു ലിഡ് വെച്ച് അടച്ച് വെച്ച് ചെറിയ തീയിൽ വേണം കുക്ക് ചെയ്തെടുക്കാൻ. ഇടയ്ക്കൊന്ന് ഇളക്കി നോക്കാണ്ട് അതിൽ നിന്ന് വെള്ളം ഊറി വന്നിട്ടുണ്ട്. ഈ വെള്ളത്തിൽ കിടന്ന് തന്നെ അത് കുക്കായി ഫ്രൈ ആയി വന്നോളൂ. ഇടയ്ക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാൻ മറക്കരുത്. ഇപ്പം തന്നെ അത് നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് അത് മാറ്റി വയ്ക്കാം. പിന്നെ ഒരു പാത്രം വെച്ച് അതിലേക്ക് ഞാൻ ബട്ടറാണ് ചേർത്തിരിക്കുന്നത്. ബട്ടർ നിർബന്ധമൊന്നുമില്ല, സൺഫ്ലവർ ഓയിൽ മാത്രമായാലും മതി. അത് കുറച്ച് ഞാൻ സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്തിട്ടുണ്ട്. അതൊന്ന് വരുമ്പോഴത്തേക്ക് അതിലേക്ക് ചോപ്പ് ചെയ്ത ഇഞ്ചി വെളുത്തുള്ളി ചോപ്പ് ചെയ്തതാണ്, അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി നിറം മാറി വരുമ്പോഴത്തേക്ക് 2 ചെറിയ സവാള ചോപ്പ് ചെയ്തതും ഒരു വലിയ ക്യാരറ്റ് ചോപ്പ് ചെയ്തതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി സോട്ട് ചെയ്തെടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കണേ. അതിലേക്ക് 2 തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർത്തിളക്കി, പിന്നെ ക്യാപ്സിക്കമാണ് ചേർത്തിരിക്കുന്നത്. ക്യാപ്സിക്കവും ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് നന്നായിട്ട് സോട്ട് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ ചിക്കൻ മസാലയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാലപ്പൊടി 1/2 ടീസ്പൂൺ, പിന്നെ ചേർത്തിരിക്കുന്നത് കുരുമുളക് പൊടി 1 ടീസ്പൂൺ. ഇതും കൂടെ ചേർത്ത് നന്നായിട്ട് പച്ച മണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ ടൊമാറ്റോ സോസാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ ചേർത്തിരിക്കുന്നത് 1 ടീസ്പൂൺ സോയാ സോസ് കൂടെ ചേർത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത്, പിന്നെ 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ് കൂടെ ചേർത്തിട്ടുണ്ട്. ഇതുകൂടെ ചേർത്ത് മിക്സ് ചെയ്ത് ഇപ്പോഴും വേണമെങ്കിൽ നമുക്ക് ചിക്കൻ ചേർക്കാതെ മാക്രോണി തയ്യാറാക്കണമെങ്കിൽ ഇതിൽ കൂടി മാക്രോണി ചേർത്ത് തയ്യാറാക്കാം. ചിക്കൻ ഒഴിവാക്കണമെന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. പിന്നെ ഇതിൽ ഞാൻ ചിക്കൻ ആഡ് ചെയ്തിട്ടുണ്ട്, നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച. അതും കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം 1/2 കപ്പ് വെള്ളം, പച്ചവെള്ളമാണ് ചേർത്തിരിക്കുന്നത്. അതും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് തിളച്ച് വരുമ്പോഴത്തേക്ക് നേരത്തെ വേവിച്ച് മാറ്റി വെച്ച മാക്കറോണി ചേർത്ത് അതിലേക്ക് ചോപ്പ് ചെയ്ത മല്ലിയിലയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത്
എടുക്കുക. ചിക്കൻ ഇഷ്ടമില്ലാത്തവർക്ക് മറ്റേ നേരത്തെ മസാലക്കൂട്ട് തയ്യാറാക്കി അതിൽ മാത്രം ഇട്ട് വേണമെങ്കിലും യോജിപ്പിക്കാം. ചിക്കൻ ഒഴിവാക്കി മുട്ട ചേർക്കുന്നവർക്ക് അങ്ങനെയും ചെയ്യാം. ഇതാ നമ്മളെ മക്രോണി റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. കുട്ടികൾക്ക് മുതിർന്നവർക്കും വിരുന്നുകാർക്കൊക്കെ ഏറെ ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണ്. പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാം. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.